ഹായ് ആർക്കിടെക്ട്സ്. 2030 കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി $1 ട്രില്യൺ പ്ലസ് ക്രോസ് ചെയ്യുകയാണ്. ഈ ഇൻഡസ്ട്രിയിലെ മേജർ ഡിസിഷൻ മേക്കേഴ്സാണ് നമ്മൾ ആർക്കിടെക്ട്സ്. പക്ഷേ എത്രത്തോളം വാല്യൂ നമുക്ക് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് മേജർ ചോദ്യം. നമ്മൾ ആർക്കിടെക്ചർ സ്റ്റുഡിയോസ് പല ആർക്കിടെക്ട്സും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കോളേജ് സമയത്തുള്ള പാഷൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ്. അതിനെ ഇപ്പോഴും പലർക്കും ബിസിനസ്സായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ പ്രോബ്ലമാണ് പല സ്റ്റുഡിയോസും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 വർഷം 10 വർഷം ഒക്കെ പ്രായമുള്ള സ്റ്റുഡിയോസ് ഇപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് ആ സ്റ്റുഡിയോനെ കാണാനോ അതിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റിന് കഴിയാതെ പോകുന്നു, അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റം അയാൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഇത് കാരണം സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡിയോസ് കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് എൻ്റെ കോൺവെർസേഷൻസിൽ കടന്നു വന്നിട്ടുണ്ട്. പലർക്കും ഒരു എക്സൽ പോലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അവരുടെ ഇൻകമിങ്സോ ഡെബിറ്റ്സോ ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്ത് പോകാനായിട്ട്. അത് കാരണം തന്നെ ഒരു ലാർജ് പ്രൊജക്റ്റ് വരുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ഫിനാൻസ് മാനേജ് ചെയ്യാനോ അവർ ആ പ്രൊജക്റ്റ് പ്രോഫിറ്റബിളായിട്ടാണോ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സ്കെയറി പാർട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഫീസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിൻ്റെയോ ഒരു കൺസ്ട്രക്ഷൻ്റെ പെർസെൻറ്റേജിൻ്റെ ബേസിസിലോ നമ്മുടെ ഫീസ് പറയുമ്പോൾ അതിൽ നമ്മൾ ആ ഒരു ക്ലയൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു 1 hour 2 hour അതിനകത്ത് നമ്മൾ എടുക്കുന്ന മേജർ ഡിസിഷൻസ്, അതിൽ നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിക്ക് നേടിക്കൊടുക്കുന്ന ലക്ഷങ്ങളുടെ ബിസിനസ്സുകൾ, ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും എൻഡ് ഓഫ് ദി ഡേ ഒരു ആർക്കിടെക്റ്റ് എത്രത്തോളം അതിൽ നിന്ന് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡിയോ പ്രാക്ടീസ്, അവരുടെ അവരുടെ സ്റ്റാഫിനുള്ള ഗ്രാറ്റുവിറ്റീസോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എത്രത്തോളം പറ്റുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഓൾമോസ്റ്റ് നിൽ, അല്ലെങ്കിൽ ഒരു മിഡ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ റേഞ്ചിലുള്ള സ്റ്റുഡിയോസിന് അത് ഓൾമോസ്റ്റ് നിൽ തന്നെയാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് കുറച്ചും കൂടി പ്രൊഫഷണലാക്കുക, ബിസിനസ് ഇൻ പ്രാക്ടീസ്, ആർക്കിടെക്ചർ പ്രാക്ടീസിൽ ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവരിക, ഇത് എത്രത്തോളം പോസിബിൾ ആണെന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരിക.